പെരിയയിലെ കല്യാണ വിവാദവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ KPCCയുടെ നടപടി ഉണ്ടായതിനു ശേഷം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പെരിയയിൽ പ്രകടനം നടത്തുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. അതുപോലെ തന്നെ പോസ്റ്ററുകളും യൂത്ത് കോൺഗ്രസിന്റെ പേരിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു. അത് ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. അല്ല, പെരിയയിലെ വിഷയവുമായി ബന്ധപ്പെട്ട് പാർട്ടി ഒരു നടപടി എടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ പല ആളുകളും ആവശ്യപ്പെട്ട നടപടി ഉണ്ടായിരിക്കുന്ന സാഹചര്യത്തിൽ ഞാൻ അതിനകത്തേക്ക് കൂടുതൽ കമൻറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. പെരിയ എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം യൂത്ത് കോൺഗ്രസ്സുകാർ, അത് കേരളത്തിലെല്ലാ യൂത്ത് കോൺഗ്രസ്സുകാരെ സംബന്ധിച്ചിടത്തോളം ഒരു അതിവൈകാരികമായ വിഷയം തന്നെയാണ്. രണ്ട് ചെറുപ്പക്കാർ അതിക്രൂരമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അക്രമത്താൽ കൊല്ലപ്പെട്ട വിഷയമാണ്. അതൊരു വൈകാരികമാണ്. ആ വീടുമായി എല്ലാ കാലഘട്ടങ്ങളിലും നിരന്തരമായി കണക്ട് ചെയ്യപ്പെടുന്ന ആളുകൾ എന്ന നിലയിൽ അത് ഞങ്ങളുടെ ഒരു വൈകാരികതയുടെ ഭാഗമായ വിഷയമാണ്. പിന്നെ പാർട്ടി അതുമായി ബന്ധപ്പെട്ട നടപടികൾ എടുത്തിരിക്കുന്നത് കൊണ്ടും പാർട്ടി അതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങളൊക്കെ നടത്തുന്നതുകൊണ്ടും പാർട്ടിയുടെ ഭാഗമായി നിൽക്കുന്ന ഒരാളെന്ന നിലയിൽ ഞാൻ അതിനകത്തൊരു കമൻറ്റ് ചെയ്യുന്നതിനകത്തൊരു ശരിയായിട്ടുള്ളതുകൊണ്ട് കൂടുതൽ പ്രതികരിക്കുന്നു. അല്ല, പാർട്ടി എടുക്കുന്നൊരു നടപടിയെ ഞാനൊരു മാധ്യമ സമ്മേളനത്തിലൂടെ അതിൻ്റെ ശരിതെറ്റുകൾ പരിശോധിക്കുന്നത് സംഘടനാപരമായി ശരിയല്ല. അത് പാർട്ടിയാണ് തീരുമാനമെടുക്കേണ്ടത്. അത് യൂത്ത് കോൺഗ്രസിന് അതിനകത്ത് പ്രത്യേകിച്ച് സ്റ്റേക്കൊന്നുമില്ല. അത് പാർട്ടിയാണ് നടപടി എടുക്കേണ്ടത്. അപ്പോൾ പാർട്ടി എടുക്കുന്ന നടപടികളുടെ വക്താവാകുക എന്നുള്ളതാണല്ലോ പാർട്ടി പ്രവർത്തകരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം. അതുകൊണ്ട് അതിനകത്ത് ഞാനൊരു കമൻറ്റ് ചെയ്യാനില്ല. അല്ലാതെ പാർട്ടി നേതൃത്വവുമായിട്ട് സംസാരിക്കേണ്ടതാണ്. ഇപ്പോൾ ആർക്കും യൂത്ത് കോൺഗ്രസ്സിലേക്ക് കടന്നു വരാം. ജനാധിപത്യപരമായും മതേതരത്വപരമായി പ്രവർത്തിക്കുവാൻ തയ്യാറുള്ള ആർക്കും കടന്നു വരാം. അപ്പോൾ അദ്ദേഹം ചില അലിഗേഷൻസ് മുന്നോട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇനി ഞങ്ങൾക്കും മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അദ്ദേഹത്തിന് ഇതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള ഇൻവോൾവ്മെൻറ്റ്സ് ഉണ്ടായിട്ടുണ്ടോ? ഇല്ല എങ്കിൽ തീർച്ചയായിട്ടും നീ അത് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അയാൾ പാർട്ടിക്കെതിരായിട്ടൊരു ആക്ഷേപം ഉന്നയിച്ച ഒരാളുടെ ജീവൻ സംരക്ഷിക്കേണ്ടതും നിലനിൽക്കേണ്ടതും ഈ നാടിൻ്റെ ആവശ്യമല്ലേ? പാർട്ടിക്കെതിരായിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ പാർട്ടി എന്താ താലിബാനാണ്? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയല്ലേ, ഒരു താലിബാൻ സംഘടനയൊന്നും അല്ലല്ലോ. അവർക്കെതിരായിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ ഉടനെ ആളെ വെച്ച് കൊല്ലുക എന്ന് പറയുന്ന ഏർപ്പാടുകൾ. അപ്പോൾ അത് തീർച്ചയായിട്ടും ഒരു മനുഷ്യനെ കൊല്ലപ്പെടാൻ പാടില്ല. അതിനെയും നല്ലവനെന്നോ ചീത്തയാളെന്നോ ഒന്നുമില്ല, ക്രിമിനലെന്നോ അങ്ങനൊന്നുമില്ല. ഒരാളും കൊല്ലപ്പെടാൻ പാടില്ല എന്നുള്ളത് ഞങ്ങളുടെ പ്രഖ്യാപിതമായ ഒരു നയമാണ്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള എല്ലാ പിന്തുണയും കൊടുക്കും. പിന്നെ അയാളെ പാർട്ടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അയാൾ താല്പര്യപ്പെട്ടാൽ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് ആലോചിക്കാം. ഇപ്പോൾ കോൺഗ്രസ്സിന് അങ്ങോട്ട് പോയി മനു എന്ന് പറയുന്ന ആളെ ഇപ്പോൾ കോൺഗ്രസ്സിലേക്ക് കൊണ്ടുവരേണ്ട ആവശ്യമില്ല. അയാൾക്ക് കോൺഗ്രസ്സിലേക്ക് വരണമെങ്കിൽ അതപ്പോൾ അതിനുശേഷം അയാൾ അങ്ങനെ ഒരു താല്പര്യം പ്രകടിപ്പിച്ചാൽ അതിനുശേഷം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആലോചിക്കും.